1960-കളിൽ നടന്ന ഒരു സാധാരണ TV ഗെയിം ഷോ. പക്ഷേ ഇത് പിന്നീട് ഗണിതശാസ്ത്ര ലോകത്ത് വലിയൊരു കോൺട്രവേഴ്സിക്ക് കാരണമായി. നൂറുകണക്കിന് ശാസ്ത്രജ്ഞരും PhD ഹോൾഡേഴ്സും ഇതിന്റെ ശരിയായ ഉത്തരം തെറ്റാണെന്ന് വാദിക്കാൻ തുടങ്ങി. മോണ്ടി ഹോൾ അവതാരകനായി എത്തിയ ലെറ്റ്സ് മേക്ക് എ ഡീൽ എന്ന TV ഗെയിം ഷോയിൽ നിന്ന് തുടങ്ങിയ ദ ഫേമസ് മോണ്ടി ഹോൾ പ്രോബ്ലം ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം 1975-ൽ ഇത് സോൾവ് ചെയ്തെങ്കിലും പല ആളുകൾക്കും അപ്പോഴും ഇതിന്റെ ശരിയായ ഉത്തരം ശരിയാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതായി തോന്നി. ശരി, ഇനി കൂടുതൽ പറയാൻ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ സിറ്റിയിൽ ഒരു ബോംബ് കണ്ടുപിടിച്ചു. നിങ്ങളുടെ കയ്യിൽ ഇനി ഒരുപാട് സമയമൊന്നുമില്ല. സോ നിങ്ങൾ തന്നെ അത് ഡീആക്ടിവേറ്റ് ചെയ്യണം. അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ 3 വയേഴ്സ് ഉണ്ട്, റെഡ്, ബ്ലൂ, ഗ്രീൻ. ഇതിൽ ഏതോ ഒരു വയർ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോംബ് ഡീആക്ടിവേറ്റ് ആവും. പക്ഷെ നിങ്ങൾ തെറ്റായ മറ്റു 2 ചോയ്സ് ആണ് തിരഞ്ഞെടുക്കണമെങ്കിൽ ബോംബ് അപ്പോൾ തന്നെ ബ്ലാസ്റ്റ് ചെയ്യും. നിങ്ങൾക്കറിയില്ല ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വയറെന്ന്. സോ നിങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. നിങ്ങൾ സെലക്ട് ചെയ്തത് ഗ്രീൻ വയർ ആണെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ വയർ സെലക്ട് ചെയ്യണം, റെഡ് വയർ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ ഈ ബോംബ് ഉണ്ടാക്കിയ ആൾ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു റെഡ് വയർ നിങ്ങൾ സെലക്ട് ചെയ്യരുത്, കാരണം അത് കട്ട് ചെയ്താൽ ബോംബ് എന്തായാലും ബ്ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി റെഡ് വയർ എന്തായാലും ഒഴിവാക്കാം. ഇനി നിങ്ങളുടെ മുമ്പിൽ 2 ചോയ്സേ ഉള്ളൂ. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ആദ്യമേ ചൂസ് ചെയ്ത ഗ്രീൻ വയറിൽ തന്നെ ഉറച്ചു നിൽക്കുമോ അതോ നിങ്ങൾ നിങ്ങളുടെ ചോയ്സ് സ്വിച്ച് ചെയ്യുമോ? കമന്റ് ബിലോ. നിങ്ങൾ സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചെങ്കിൽ അതിന് പിന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസമായിരിക്കും. പക്ഷെ എപ്പോഴും സ്വിച്ച് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ഇപ്പോൾ 2 വയറേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ഒരു വയർ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ചാൻസ് എന്ന് പറയുന്നത് 1/3 ആണ്. ഇപ്പോൾ 2 വയറേ ഉള്ളൂ. സോ എല്ലാവരും ചിന്തിക്കും അതിന് ഇനിയുള്ള ചാൻസ് 50-50 ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത ഓപ്ഷനിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിജയ സാധ്യത 33%. പക്ഷെ നിങ്ങൾ രണ്ടാമത്തെ കളറായ ബ്ലൂയിലോട്ട് സ്വിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വിജയ സാധ്യത 67% കൂടുകയും ചെയ്യും. എനിക്കറിയാം ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന്. വേറൊരു എക്സാമ്പിൾ പറയാം.